സേമി ഇരിപ്പുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിൽ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കുക. വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും പായസത്തിന്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ടട്ടെ, ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, അടികട്ടിയുള്ള ഏത് പാൻ ആയാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കറിയൊക്കെ വെക്കുന്ന കുക്കർ എടുത്തു കഴിഞ്ഞാൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്ഥിരം എടുക്കുന്ന കുക്കറൊന്നും എടുക്കരുത് കേട്ടോ. അടികട്ടിയുള്ള ഏതെങ്കിലും വേറെ പാൻ എടുത്താലും മതി. ഇത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് മാറി നിൽക്കുക, കാരണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഒന്ന് മേത്തൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഡാർക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ പഞ്ചസാരയ്ക്ക് കയ്പ്പ് രുചിയും വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ പാല് പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ ചേർത്തിട്ട് പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടണം, അത്രയും സമയം നമ്മൾ വെച്ചാൽ മതി. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. പിന്നെ നമ്മളിത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. സേമിയ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൽ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കുടിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.